വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂണുകൾ വീട്ടിൽ കാണുകയാണെങ്കിൽ അത് പറിച്ചു കളയുക. അമാനിറ്റ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൂണാണ്. 600-ലധികം അമാനിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ കൂണുകളുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ വെള്ള കളറിലാണ് ടോപ്പ് എടുക്കുന്നത്. അതിന്റെ മുകളിൽ ചെറുതായിട്ടൊരു ചാരനിറം കാണാം. ഇത് പിന്നെ കീഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് പോലെയാണ് ഉണ്ടാവുക. അതിന്റെ വയറ് പോലെ ഇത് ഉള്ളിലേക്ക് പോകുന്ന കാണാം. ഇത് പറമ്പിൽ കാണുകയാണെങ്കിൽ പരമാവധി പറിച്ചു കളയുക. കാരണം ഇത് കുട്ടികൾ അറിയാതെ ഇങ്ങനെ എടുക്കുകയോ കാര്യങ്ങളോ അവർ കഴിക്കുകയോ അല്ലെങ്കിൽ അവരത് തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ വിരലിന്റെ ഇടയിലൊക്കെ ഇതിന്റെ അംശം കാണാം. അപ്പൊ അംശം കൊണ്ട് തന്നെ വളരെയധികം ദഹന പ്രക്രിയയിലും മഞ്ഞപ്പിത്തം, ഛർദി, ഈ പറഞ്ഞ പോലെ വയറിളക്കം, അതേപോലെ തന്നെ 6 മണിക്കൂർ 12 മണിക്കൂർ ഇതുപോലെ പോവും. പിന്നീട് അത് കുറയുന്ന രീതിയിൽ കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും പ്രശ്നം തീർന്നു. പക്ഷെ 48 മണിക്കൂറിന് ശേഷം 48 മണിക്കൂർ ആവുമ്പോഴേക്കും ഇത് വളരെയധികം മൂർച്ഛിക്കുകയും മരണത്തിനടക്കം കാരണമാവുന്ന ഒരു വിഷക്കൂണാണത്. അപ്പൊ ഇത് പറമ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. കൈകൊണ്ട് തൊടാതെ ശ്രദ്ധിക്കുക. കൈകൊണ്ട് തൊട്ടുകൊണ്ട് അത് പറിക്കാൻ നിൽക്കരുത്. അപ്പോൾ അത് പ്രത്യേകം നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള വിഷക്കൂണുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ ഓടി കളിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 600-ലധികം അമാനിറ്റ ഗ്രൂപ്പിൽ, അമാനിറ്റ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഈ ടൈപ്പ് ഓഫ് കൂണുകളുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയാലും ഇതിനെ ബേസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്കുമാണ് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. അമാനിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഈ കൂണ് പറമ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.